എത്ര നാളായി സൂംബ പരിശീലിക്കുക? എന്താ ഒരു അനുഭവം? ഞാനൊരു ലാസ്റ്റ് 10 years ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ട് തുടങ്ങിയത്, പക്ഷേ ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഭയങ്കര നല്ലൊരു ഫോമാണ്. അതെല്ലാവരും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു. ഇപ്പോഴത്തെ വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് വിവാദങ്ങളല്ല, ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം അവരുടെ ഹെൽത്താണ്. ബാക്കിയുള്ളതൊക്കെ ആ വഴിക്ക് വിടാം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകാം, അത്രേ ഉള്ളൂ. സൂംബ ട്രെയിനർ പൂർണ്ണിമയാണ് നമ്മോടൊപ്പം സി മലയാളത്തോടൊപ്പം ചേരുന്നത്. മാം, ഇപ്പം എന്തൊക്കെയാണ് സൂംബയുടെ ആരോഗ്യപരമായ മാനസികമായ ഗുണങ്ങളൊക്കെ? സൂംബ ഞാൻ എല്ലാ സ്ഥലത്തും എല്ലാവരോടും പറയുന്ന പോലെ ഭയങ്കര ഒരു ഹാപ്പി എക്സസൈസാണ്. മനസ്സിനും ശരീരത്തിനും ഏറ്റവും കൂടുതൽ സന്തോഷം വരുത്തുന്നതും ഒരുപാട് ഗുണങ്ങളുണ്ട്. ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ശരിക്കും ഉള്ളത് കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിനും ലങ്സിനും ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ ഹാർട്ടിൽ ബ്ലഡ് പമ്പ് ചെയ്യാനും നമുക്കതുപോലെ ഹൃദ്രോഗ ഇതൊക്കെ വരാതിരിക്കാനും ഉള്ളൊരു നല്ലൊരു എക്സസൈസാണ്. ഒരുപാട് പേര് ആസ്മാറ്റിക് ആയ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ചെയ്ത് തുടങ്ങി, ചെറുതായിട്ട് ചെയ്ത് അവർക്കത് മാറിയിട്ടുമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ. സോ അതാണ് ഒരു പ്രൈമറി ഗുണം എന്ന് പറയുന്നത്. പിന്നുള്ളത് ചിലവർക്ക് ഈ ഓടാൻ പോകാനോ ട്രെഡ്മില്ലൊക്കെ ഓടാൻ ഭയങ്കര മോണോട്ടോണസ് ആയിട്ട് തോന്നും. അപ്പോൾ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് സൂംബ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വന്നത്. ഇപ്പോൾ ഒരു ജെൻഡർ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് മനസ്സിലായത് ആണുങ്ങളാണ് ഇത് കൂടുതൽ ചെയ്യേണ്ടത്. ആണുങ്ങൾ ബിക്കോസ് അവരെ കുറേ കാലം വെച്ച് പറഞ്ഞിരിക്കുകയാണ് അത് വെയിറ്റ് എടുക്കണം. പക്ഷേ വെയിറ്റ് എടുത്ത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റിഫായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർഡിയോയും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് വി ഡു സൂംബ പോലത്തെ കാർഡിയോ എക്സസൈസസ്. നമ്മുടെ സ്റ്റാമിന ഒരുപാട് വർദ്ധിക്കും. കാർഡിയോ എൻഡ്യൂറൻസ് എന്ന് പറയും, അത് ഒരുപാട് വർദ്ധിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 2-3 പേര് ഒരു 2 സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നൊക്കെ അതൊരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഒരു ട്രെക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ലിഫ്റ്റ് വർക്ക് ആവുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറണം. ഒരു 2 നില പോലും കയറാൻ പറ്റിയില്ല പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ വർക്കൗട്ടുകൾ എക്സൈറ്റിംഗ് ആയിട്ട് വെച്ചാൽ വളരെയധികം സന്തോഷം വരുത്തുന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന പാട്ട് വേണമെന്നൊന്നുമില്ല, ഏത് മ്യൂസിക്കാണ്, മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ്. അപ്പോൾ ഏതൊരു പാട്ടിലുള്ള വർക്കൗട്ടാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഉയരുന്ന ഈ വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനത് ആക്ച്വലി ഒട്ടും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം 10 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. എനിക്ക് വളരെയധികം എല്ലാവരും പറയും പൂർണ്ണിമയുടെ പാഷൻ ആണ് പൂർണ്ണിമ ജോബ് ആക്കിയിരിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വന്ന് പറയും യു മെയ്ഡ് മൈ ഡേ. എനിക്ക് വളരെ സന്തോഷമായി, താങ്ക് യു ഫോർ ദ ക്ലാസ്, ഐ ക്യാൻ ഗിവ് സംതിങ് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പോൾ വിവാദം ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഫ്ലിപ്പ് സൈഡ് കാണും. അവർ ഒരു നല്ല ഗുണം പറഞ്ഞിട്ടാണ് അവർ വിവാദം ചെയ്തതെങ്കിൽ ഞങ്ങൾക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് അതിലെന്ന് അവരെന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് ചോദിക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഗുണങ്ങളും മനസ്സിലാക്കാണ്ട് നേരെ ഒരു വിവാദം മാത്രം, ഒരു മോശപ്പെട്ട ഒരു സാധനമാണെന്ന് മാത്രം പറയുന്നത് അത്ര ശരിയല്ല. ഈ സ്കൂളുകളിൽ സൂംബ പരിശീലിപ്പിക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? സ്കൂളിൽ സൂംബ ശരിക്കും ചെയ്യണം. ഞങ്ങൾ ഒരുപാട് പ്രൈവറ്റ് സ്കൂൾസിൽ, ഞങ്ങൾ ഗവൺമെൻറ് സ്കൂൾസിൽ പോയിട്ടില്ല, പക്ഷേ എല്ലാ ഇൻസ്ട്രക്ടേഴ്സും പ്രൈവറ്റ് സ്കൂൾസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. കാരണം ആസ് ഇൻസ്ട്രക്ടേഴ്സ് ഞങ്ങൾക്ക് അറിയാം കുഞ്ഞുനാൾ മുതലേ തുടങ്ങിയാൽ മാത്രമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് ഭയങ്കര കോമൺ ആണ്, സ്ട്രെസ്സ് ഭയങ്കര കോമൺ ആണ്. പലതരം ഇതിലേക്ക് കുട്ടികൾ പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ബിക്കോസ് എല്ലാം ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്, ഫോണിലും ടാബിലും യൂട്യൂബിലും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ അതിലേക്ക് വഴിതിരിഞ്ഞ് പോകാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം ഗുഡ് ഹെൽത്ത്. അപ്പോൾ ഇതുപോലൊരു എക്സൈറ്റിംഗ് ആയിട്ടൊരു വർക്കൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ലൈസൻസ്ഡ് ആയ ഇൻസ്ട്രക്ടേഴ്സിനെ കൊണ്ട് തന്നെ സ്കൂളിൽ ചെയ്യും. ഇപ്പം സൂംബ ഒരു വിവാദമായപ്പം കൂടുതൽ ആളുകൾ സൂംബയെ പറ്റി അറിയാനും ഒക്കെ വരുന്നുണ്ട്. അതെ, അന്വേഷിക്കുന്നുണ്ട്, ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എല്ലാം ഒരു നല്ല രീതിയിൽ തീരുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് സൂംബ പരിശീലിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ എങ്ങനെയാണ്? വിവാദങ്ങൾ അതെനിക്ക് തോന്നുന്നു സുംബയെക്കുറിച്ചുള്ളൊരു മിസ്കൺസെപ്റ്റാണെന്ന് എനിക്ക് തോന്നണേ. ശരിക്കും ഒരു നല്ലൊരു എനർജി ഇതാണ്. വന്ന് ചെയ്ത് നോക്കാണ്ട് ഒരിക്കലും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ശരിക്കും രാവിലെ ഇതൊരു ചെയ്യുന്ന ശരിക്കും കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നല്ലൊരു എനർജി ബൂസ്റ്ററാണെന്നേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ കുട്ടികളെ സ്കൂളിൽ പരിശീലിപ്പിക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. പിള്ളേരുടെ എനർജി ഡൈവേർട്ട് ചെയ്യുന്ന നല്ലൊരു കാര്യത്തിലോട്ടല്ലേ. അപ്പം അവരുടെ മെൻ്റൽ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ആക്ച്വലി അതിനെപ്പറ്റി അറിവില്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും വിവാദങ്ങളെ ഒന്നും വകവെക്കുന്നില്ല, ഇത് തുടരും. കൂടുതൽ ആളുകളെ ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന തരത്തിലാണോ?
തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഫാസ്റ്റ് ലൈഫ്, ഫാസ്റ്റ് ജങ്ക് ഫുഡ് എല്ലാം വരുമ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലും വളരെ ബാധിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ ഇങ്ങനെ ഒരു എനർജി, രാവിലെ ഒരു എനർജി ബൂസ്റ്റർ മാതിരി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലത്. അത് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി കോൺസെൻട്രേഷനും കുറച്ച് എനർജി ലെവലൊക്കെ കയറും. രാവിലെ വരുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു എഫക്റ്റ് അറിയത്തുള്ളൂ. ഞങ്ങളും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് ആ വ്യത്യാസം ഞങ്ങൾക്കറിയാം. രാവിലെ വന്ന് ഇരുന്നാൽ ചെയ്യണതും ഒരു റീഫ്രഷ്ഡ് ആയിട്ട് വന്ന് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വൺസ് യു ഡോണ്ട് ഡു ഇറ്റ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.